നമസ്കാരം. ഹാപ്പി ഡെസ്റ്റിനേഷന്റെ ഡെസ്റ്റിനേഷൻ ഓഫ് ദ വീക്ക് എന്ന സെഗ്മെന്റിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? വേറെ എവിടെയുമല്ല. സാധാരണ കൊച്ചി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഏതൊക്കെ പ്ലേസ് ആണ്? ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഒക്കെയാണല്ലേ. എന്നാൽ ആ ലിസ്റ്റിലേക്ക് പുതിയൊരു സ്ഥലം കൂടി ആഡ് ആയിട്ടുണ്ട്. അതെ, നമ്മുടെ സ്വന്തം ചെല്ലാനം. അങ്ങനെ ചെല്ലാനത്താണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു കാലത്ത് കടലാക്രമണത്തിന്റെ പേരിൽ മാത്രം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ചെല്ലാനത്തിന് ഇപ്പോൾ പുതിയൊരു മുഖം തന്നെ വന്നിരിക്കുകയാണ്. എന്താണ് പുതിയ ചെല്ലാനത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്? എന്തൊക്കെ വിശേഷങ്ങളാണ്? ഇതൊക്കെ തന്നെ നമുക്ക് കണ്ടറിയാം. ഇതാണ് ചെല്ലാനത്തിന്റെ പുതിയ മുഖം. ഏകദേശം 344 കോടി രൂപ ചെലവഴിച്ചാണ് ഈ വലിയ ടെട്രോപോഡ് കടൽ ഭിത്തി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന 4 കാലുള്ള കൂറ്റൻ കോൺക്രീറ്റ് കല്ലുകൾ ഉണ്ടല്ലോ, ഇവയാണ് തിരമാലകളുടെ ശക്തി കുറച്ച് കരയെ സംരക്ഷിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കടലാക്രമണത്തെ പേടിയില്ലാതെ ഇവിടുത്തെ നിവാസികൾക്ക് ജീവിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ നമ്മളെ പോലുള്ളവർക്ക് ഇവിടെ വന്ന് കടൽ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതും. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം എന്താണെന്ന് അറിയാം. അത് ഈ പറഞ്ഞ ശാന്തതയാണ്. വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമ്മുടെ സിറ്റിയിലെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞു വന്നിരിക്കാൻ വേണ്ടിയിട്ട്, അതും വൈകുന്നേരം വന്നിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണിത്. പിന്നെ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ബെസ്റ്റ് സ്പോട്ടാണ്. അത് ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മുടെ ഈ ടെട്രാപോഡിന് മുകളിൽ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താലുണ്ടല്ലോ, വേറെ ലെവലായിരിക്കും. ചെല്ലാനത്തിന്റെ മാറ്റം എങ്ങനെയുണ്ട്, ഏത് രീതിയിലാണ് മാറ്റം എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ. അത് ഇവിടെയുള്ളവരോട് തന്നെ. ഹായ്, വൈകുന്നേരം എങ്ങനെ തണുത്ത കാറ്റൊക്കെ കൊള്ളാൻ ഇറങ്ങിയതാണോ? എങ്ങനെയുണ്ട് ചെല്ലാനം? പുതിയ ഒരു മുഖം വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് മാറ്റം? ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ കടൽ കയറ്റമില്ല, ഇപ്പൊ സുഖമായിട്ട് ഇവിടെ കൂടെ നടന്നു പോകാം. അങ്ങനെ പല പല മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇത് വന്നതോടുകൂടി. അതെ, മറ്റൊരു ഒരു പരുഷമായിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കടൽ കയറ്റം പിന്നെ അങ്ങാട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണ്. ഇവിടുന്ന് താമസം മാറി പോകാറുണ്ടായിരുന്നോ? താമസം മാറിയിട്ടില്ല, എങ്കിലും അതായത് മാറി പോകാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ കടലിന്റെ കയറ്റം. അപ്പൊ ഇനി അങ്ങനെ കടൽ കയറ്റം ഉണ്ടായി. അതെ, ഇത് വന്നതിന് ശേഷം. ഇത് വന്നതിന് അതെ, വേറൊരു മാറ്റം എന്ന് പറയാൻ എന്തായിരിക്കും? സുരക്ഷിതമായി ജനങ്ങൾക്ക് പേടിക്കാണ്ട് ജീവിക്കാം. മറ്റേ കയ്യിലാകല്ലോ ഭയങ്കര ഇവിടെ പോയി സ്കൂളിൽ പോയി താമസിക്കേണ്ടി വരും. ഇപ്പൊ അങ്ങനെ സുഖമായിട്ട് വീട്ടിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാണ്. എന്നും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വരാറുണ്ടോ? അതെ, സ്ഥിരം വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാറിയല്ലേ. പിന്നെ വെയില് ഉണ്ടാകില്ല, ഇഷ്ടംപോലെ നാട്ടിനാട്ടൊക്കെ നടക്കും. ചുരുക്കം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അതെ, ടൂറിസം മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ഈ കടൽ ഭിത്തി. പണ്ട് മഴക്കാലത്ത് കടൽ കയറി വീടുകൾ നഷ്ടപ്പെട്ടിരുന്ന അവരിന്ന് വളരെയധികം സുരക്ഷിതരാണ്. ഇന്ന് അവരുടെ പുഞ്ചിരി തന്നെയാണ് ഈ കടൽ തീരത്തിന്റെ ഏറ്റവും വലിയ ഭംഗി. ഞങ്ങളിവിടെ വന്നപ്പോൾ ടിക്ടോക്ക് കാലം മുതലേ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചേക്കാം അല്ലേ. ഹലോ ഹലോ, എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് അടിപൊളിയല്ലേ. ഇതൊരു വെറൈറ്റി ആണ്. ഇതിൽ കൂടി ഇങ്ങനെ ചാടി നടക്കാനും. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറായ അടുത്തൊക്കെയാണ് ഞങ്ങളുടെ വീട്. അപ്പൊ അവിടെ കടൽ തീരമാണ്, കുറെ മണൽത്തരികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു വെറൈറ്റി ഇതിന്റെ പുൽമുട്ട്, അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര്. ഓക്കെ, അതെ അതെ.
അപ്പൊ ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോ ഇത് നമുക്ക് കയറി നടക്കാം. മുനമ്പത്ത് ഇതുണ്ട്. ആ മുനമ്പത്തുള്ളത് ഇതിന്റെ ഒറിജിനൽ കരിങ്കല്ല് കൊണ്ടുള്ള സംഭവമാണ്. അതും ഇങ്ങനെ നടക്കാൻ പറ്റൂല, അത് ഉരുളനാണ്. നമ്മുടെ ഈ അമ്മിപ്പിള്ളയൊക്കെ പോലെ 3 സൈഡിലേക്ക് ഉള്ളതാണ്. ഇവിടെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവിടെ പെയിന്റ് അടിച്ചേക്കണ ആ സെക്ഷനെങ്കിലേ അടിപൊളിയാണ്. ഇവിടെ പിന്നെ കുറച്ച് കുറവ് ഫീൽ ചെയ്തത് കുറച്ച് ചായക്കടകളും ബജിക്കടകളുടെ ഒക്കെ കുറവുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ചായക്കടയും ബജിക്കടയൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെല്ലാനം കടപ്പുറത്തേക്ക് പോയി കറക്റ്റ് പ്ലേസ് ആണ്, കറക്റ്റ് ടൈമും ആണ്. ഇനി വെക്കേഷനൊക്കെ വരാൻ പോവാണ്. ഈ മാർച്ചൊക്കെ ആവുന്നതോടുകൂടി ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഇത് അടിപൊളിയായിട്ടില്ലേ? ഈ ഫുട്പാത്ത് അറ്റം വരെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ, ഏകദേശം 7.5 കിലോമീറ്റർ എന്തോ ഉണ്ട് വാക്ക് വേ. ഞങ്ങൾ നടന്നിട്ട് എത്തണില്ലേ, ഞാൻ അവസാനം പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച്. അപ്പം വൈകുന്നേരം സമാധാനത്തേക്ക് വന്നിരിക്കാൻ പറ്റുന്നവർക്ക് ഈ പ്ലേസ് എന്തായാലും പറഞ്ഞു കൊടുക്കും. കൊച്ചിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നടക്കാം. ഞങ്ങളിവിടെ ഒരു ബിസിനസ് മീറ്റിന് വേണ്ടി വന്നാണ്. ആ അച്ചാറിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫിഷിന്റെ ഡീൽ സംസാരിക്കാൻ വന്നാണ്. അപ്പൊ ഇവിടെ നല്ല അടിപൊളി നെയ്മീൻ കയറണുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിനെ കാണാൻ വേണ്ടി വന്നാണ്. പക്ഷെ പുള്ളിനെ ഇന്ന് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, പുള്ളി വന്നിട്ട് കണ്ടിട്ട് പോയി പോവാൻ. അതെ, ഓക്കെ. അപ്പം താങ്ക് യു. ഓക്കെ. ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സമാധാനപരമായിട്ട് നമ്മൾ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു അല്ലേ. പക്ഷെ ആ സമയത്ത് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? ചായ. നല്ല ചൂട് ചായയും പഴംപൊരിയും ഒക്കെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജോസഫ് എണ്ണ ലൂസി ചേച്ചിയുടെ കടയുണ്ട്. അവിടേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് ഇന്നിവിടെ എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് തന്നെ ചോദിച്ചറിയാം അല്ലേ. ബാ. നമ്മുടെ കൂടെ ജോസഫ് ഏട്ടൻ ഉണ്ട്. ഇന്ന് എന്താ ഇവിടെ സ്പെഷ്യൽ എന്നുള്ളത് ചോദിക്കല്ലേ. ഇന്ന് എന്താ ജോസഫ് ഏട്ടൻ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? പഴംപൊരി തരാം. അതെ, ചൂട് പഴംപൊരി, കാപ്പി, ചായ, പാൽ കാപ്പി, ചുക്ക് കാപ്പി, ബൂസ്റ്റ് പാല്, കട്ടൻ ചായ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. എല്ലാം തരാം. പിന്നെ ഇവിടെ ചെല്ലാനം ഇത്രയധികം പുതുക്കി, എന്താ പറയാ, പുതിയൊരു സ്ഥലമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. എന്താ അത്? ഇവിടെ ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ജോസഫേട്ടൻ എന്താ പറയാനുള്ള ഈ ഒരു മാറ്റത്തെ പറ്റിയിട്ട്? പറയാനാണെങ്കിൽ നമ്മൾ ഒരു 2 വർഷത്തേക്ക് മുമ്പ് അങ്ങോട്ട് ഒരുപാട് കഷ്ടത അനുഭവിച്ച ജനങ്ങളാണ് ചെല്ലാനം ഇവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പം ഈ 2 വർഷം കഴിഞ്ഞ് ഈ നമുക്ക് പുതിയ ലെറ്റർപേഡ് വന്നിട്ട് ഇത് വന്നുകൊണ്ട് നമുക്കിപ്പോൾ കടക്ഷോഭമൊന്നുമില്ല, സുഖമായ രീതിയിൽ കിടന്നുറങ്ങാം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സുഖം. പിന്നെ നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളെ കുറച്ചൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടന് ഇവിടെ ഉള്ളവർക്കൊരു സംരക്ഷണം, അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കുറേ അധികം സഞ്ചാരികൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഉപജീവന മാർഗത്തിനും കൂടെ ഒരു വഴിത്തിരിവായല്ലേ? ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളെ ഇതുകൊണ്ട് ഞങ്ങളുടെ ഉപജീവന മാർഗം കഴിയുന്നുണ്ട്. കാരണം ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുണ്ട്. ഇപ്പം ഞായറാഴ്ചയും ശനിയാഴ്ചയും തിരക്കായിരിക്കും. ബാക്കിയുള്ള ദിവസം മാത്രമേ കുറഞ്ഞ ആൾക്കാരുണ്ടാവും. ഞങ്ങൾ ഇതുകൊണ്ടൊക്കെ കണ്ട് കഴിഞ്ഞുകൂടാ. ഞങ്ങൾ മീൻ പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഇതിങ്ങനെ വന്നുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു സുഖമില്ലാത്ത ആളായതിൻ്റെ കാര്യം ഞാൻ അങ്ങനെ ഇത് വെച്ചിട്ട്. അതെ, ഞായറാഴ്ച ശനിയാഴ്ചയും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് വേറെ സ്പെഷ്യൽ ഒക്കെ വരാറുണ്ടോ കടയിൽ? വെച്ചാല് മുട്ട ഓംപ്ലേറ്റ്, അല്ലെങ്കിൽ പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ പഴംപൊരി, പരിപ്പുവട, അങ്ങനെയുള്ള വിവിധ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ശനി ഞായറും കണ്ടോ. ശനി ഞായറും വന്നു കഴിഞ്ഞാൽ ജോസഫേന്റെ വക ഈ പറയുന്ന പഴംപൊരി, കട്ടൻ കാപ്പി, അതൊന്നും മാത്രമല്ല, അല്ല കിഡിലൻ മുട്ട ബജ്ജി ഒക്കെ കൂടെ കഴിക്കാന്നാണ് പറയുന്നത്. എല്ലാം ഉണ്ട്, അങ്ങനെയുള്ള സാധനം എല്ലാം ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മുട്ട മസാല ഉണ്ടാക്കിയിട്ടുണ്ടാകും. മുട്ട മസാല കൊടുത്തു കഴിഞ്ഞ ഞായറാഴ്ച. അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ പുതുക്കിക്കൊണ്ട് വരിക. വരുന്നവരൊക്കെ എന്താ പറയുന്നേ? വരുന്നവരൊക്കെ പറഞ്ഞാൽ എല്ലാം സൂപ്പറാണെന്നാണ്. കാരണം വെച്ചാൽ നമ്മുടെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണേ, അല്ലാണ്ട് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കണം. എല്ലാം സ്വന്തം. അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. അത് ഗംഭീര വലിയ റെസ്റ്റോറന്റ് ഒന്നും അല്ലെങ്കിൽ പോലും ഉള്ള കുഞ്ഞു കടയായിക്കോട്ടെ, കിഡിലൻ ടേസ്റ്റിലാണ് ഫുഡ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭക്ഷണമാണെങ്കിലും എല്ലാം കൊടുക്കുന്നത് നമ്മൾ പറയുന്നത്. ഇപ്പൊ നെല്ലിക്ക ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ ഇതൊക്കെ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉപ്പിലിട്ടത്. അതിനകത്ത് മിന്നാഗിരിയോ മറ്റുള്ളതൊന്നുമില്ല.
ഉപ്പ് മാത്രമേ ഇതിനകത്ത് കലക്കുള്ളൂ. അതിനകത്ത് 3 ദിവസം വരെ ഇട്ട് വെച്ചിട്ടാണ് പിന്നെ കലക്ക് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഉപ്പ് പച്ചമുളകൊക്കെ എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആവും. അതെ, ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഞങ്ങൾ ട്രൈ ചെയ്ത കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ജോസഫ് ഏട്ടനും ലൂസ് ചേച്ചിയും ഈ തരത്തിൽ നമ്മുടെ ചെല്ലാനം മാറിയതിൽ. ശരി, ഞങ്ങൾക്ക് അത്രയും നല്ല ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞു പോലും ശരിക്കും പറഞ്ഞു. അപ്പോ ഇന്ന് എന്താ ജോസഫ് ഏട്ടാ നമ്മുടെ സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യല് പഴംപൊരി പൊരിച്ചതാണ്. എന്നുവെച്ചാല് നമുക്കൊന്ന് കഴിച്ചു നോക്കാം, അപ്പൊ അറിയാം ഇതിന്റെ സ്പെഷ്യൽ എന്താണ്. അപ്പൊ ഇന്നത്തെ പഴംപൊരിയാണ് സ്പെഷ്യൽ. ഇവിടെ തന്നെ ഞാനും എന്റെ ഭാര്യയും കൂടെ ഉണ്ടാക്കുന്നതാണ്. ഓ, എങ്ങനെയാ പഴംപൊരി? അതുകൂടാതെ എന്തൊക്കെയുള്ളത്? പഴംപൊരി കൂടാണ്ട് മുട്ട ബജി, പരിപ്പ് വട, പിന്നെ വേറെ ഐറ്റംസ് ഒക്കെ 1-2 ഉണ്ട്. അത് പിന്നെ നമ്മൾ ഇടദിവസങ്ങൾ ഉണ്ടാക്കാറില്ല. കാരണം വെച്ചാൽ ഞായറാഴ്ചയും ശനിയാഴ്ചയും കൂടുതലായിട്ട് ഉണ്ടാക്കും. ഇടദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആള് കുറവായതുകൊണ്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കും. ഞായറാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾ വന്ന് ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടാവും. എന്തൊക്കെയാണ് സ്പെഷ്യൽ? ചിലപ്പോ ഞങ്ങള് പൊറോട്ടയും മീൻകറിയൊക്കെ കൊടുക്കും. ചിലപ്പോ കപ്പ ഉപ്പുമാവ്, കേരയുടെ കഷ്ണം കറി കൊടുക്കാറുണ്ട്. രാവിലെ തന്നെ ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു എത്ര മണി വരെ ഉണ്ടാവും? വൈകുന്നേരം ഞങ്ങൾ രാത്രി 8 മണി വരെ ഉണ്ടാവും. 8 മണി കഴിഞ്ഞപ്പോൾ 8 മണി കഴിഞ്ഞ്. എങ്ങനെയാണ് ഈ പറയുന്ന പൊറോട്ടയും മീൻകറിയും ഒക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? എങ്ങനെയാണ് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഒരു പൊറോട്ടക്ക് 10 രൂപ. മീൻകറി എന്ന് പറഞ്ഞാല് ഞങ്ങൾ 40 രൂപ വാങ്ങിക്കാറുള്ളത്. 40 രൂപ ഞങ്ങൾ മീൻകറി കൊടുക്കും. കാരണം കേരക്ക് ഇപ്പൊ 400 രൂപയെങ്കിലും ഞങ്ങൾ 40 രൂപക്കാണ് മീൻകറി കൊടുക്കാം. അങ്ങനെ അവിടെ പോകണം. പിന്നെ പരിപ്പുട 10 രൂപ, മുട്ട ബജി 10 രൂപ, അങ്ങനെ 10 രൂപയുടെ കോട്ടി ഇവിടെ എല്ലാം ഉള്ളു. വേറെ കോട്ടി കുറഞ്ഞൊന്നുമില്ല. വന്ന് കഴിക്കുന്നവരുടെ അഭിപ്രായം എന്താ? കഴിക്കുന്നവരുടെ അഭിപ്രായം എല്ലാം നല്ല അഭിപ്രായം. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു ചായ ഒരു കടിയും കഴിച്ചാൽ 20 രൂപയുള്ളൂ. ആ സമയത്തൂടെ ബണ്ണ് ക്രീം തേച്ചാൽ കൊടുക്കണത് 40 രൂപയും ഒരു ചായക്ക് 55 രൂപ കൊടുക്കും. ഇതാകുമ്പോ 20 രൂപ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചായയും കഴിയും ഒക്കെ കഴിക്കാം നമ്മുടെ ജോസഫ് ഏട്ടന്റെ കടയിൽ വന്നാല് അല്ലേ? 20 രൂപ കൊണ്ട് തീർച്ചപ്പെട്ടു പോവാ. അതെ, കൂടാതെ ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞാല് ഇപ്പൊ പൈനാപ്പിൾ ഉണ്ട്, പിന്നെ നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്. ഇത് മാങ്ങാക്ക് ഒരു പ്ലേറ്റിനകത്താകുമ്പോ 20 രൂപ, ഒരു പൈനാപ്പിൾ ഒരു പീസ് 10 രൂപ, ഒരു നെല്ലിക്ക 5 രൂപ. ഇത് സുഖമായിട്ട് കഴിച്ചു പോവാം. ഉപ്പിലിട്ടതൊക്കെ മറ്റേ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ വെള്ളം ഊറുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, പറ്റിയ സ്ഥലമാണ്. അത് കൂടുതലും ഇവിടെ ചിലവാകണത് ഈ 3 ഐറ്റംസാണ് ചിലവാണ്. അതെ, ഈ ഉപ്പിലിട്ടത് നെല്ലിക്കായും പൈനാപ്പിളും മാങ്ങയാണ് ഇവിടെ കൂടുതൽ ചിലവാണ്. പിന്നെ ചിലവ് യെല്ലോണിക്ക എന്ന് പറഞ്ഞ സാധനമില്ല, അത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ തീർന്നു. അതിന് ഭയങ്കര വിലക്കടിയാണ്. അത് കിട്ടാനും വഴിയില്ല, കുറച്ചേ കിട്ടുള്ളൂ. എന്തൊക്കെ എറണാകുളം മാർക്കറ്റിൽ നിന്ന് മേടിക്കണമെങ്കിൽ 150 രൂപ. അതുകൊണ്ട് ഒരു പ്ലേറ്റ് ഇങ്ങനെ കുറച്ചങ്ങോട്ട് കോരി കൊടുക്കും. ഇതെല്ലാം വീട്ടിൽ തന്നെയാണോ? എല്ലാം വീട്ടിൽ തന്നെ. ഞങ്ങളത് ചെറുതായിട്ടൊന്ന് പിന്നെ ചൂടുവെള്ളത്തിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് എടുത്ത് വെച്ച് തണുത്ത് കഴിയുമ്പോൾ ഉപ്പിലേക്ക് ഉപ്പിലിട്ട് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടീഷൻ. അപ്പൊ വെള്ളിയാഴ്ച നമ്മൾ ഇട്ട് വെച്ചാൽ ശനിയാഴ്ച രാവിലെ തൊട്ടങ്ങ് കൊടുക്കാൻ. അതെ, അപ്പൊ എന്തേ ചെല്ലാനത്തേക്ക് കാഴ്ച കാണാൻ വരുന്നവർക്ക് നല്ല കിടിലൻ ചായയും കടിയും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ എങ്ങോട്ടാ വരണ്ടേ? ജോസഫ് ഏട്ടന്റെ കടയിലോട്ട്. അപ്പൊ ഗൈസ്, ചെല്ലാനം മുഴുവൻ ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഇങ്ങോട്ടേക്ക് വരാനുള്ള ബഡ്ജറ്റ് എത്രയായിരിക്കും ഏകദേശം എന്നാണ്. അതും ഞാൻ പറഞ്ഞു തരാം. എറണാകുളം സിറ്റിയിൽ നിന്നോ വൈറ്റിലയിൽ നിന്നോ സൗത്തിൽ നിന്നോ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഏകദേശം കിലോമീറ്റർ എന്ന് പറയുന്നത് 15 മുതൽ 20 കിലോമീറ്റർ വരെയാണ്. നിങ്ങൾ ബസ്സാണ് ഇങ്ങോട്ടേക്ക് വരാൻ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 40 രൂപ മുതൽ 60 രൂപ വരെയാണ് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. ഇനി 2 വീലർ ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 80 രൂപ മുതൽ 120 രൂപ വരെയാണ് പെട്രോൾ ചാർജ് ആയിട്ട് വരുന്നത്. കാറാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 250 രൂപ മുതൽ 400 രൂപ വരെ. ഇനി എങ്ങനെയായാലും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ചായയോ കടിയോ അല്ലെങ്കിൽ ഫുഡോ കഴിക്കണം എന്നുണ്ടെങ്കിൽ കൂടി പോയാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് 100 രൂപ. അങ്ങനെ നോക്കിയാൽ ഒരാൾക്ക് വെറും 500 രൂപയിൽ താഴെ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാനുള്ള ചെലവും ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ചെലവും വരുന്നുള്ളൂ. അപ്പോൾ മറക്കേണ്ട, നമ്മുടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഒക്കെ പോലെ തന്നെ നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ആടാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് നമ്മുടെ ചെല്ലാനം. ഇവിടുത്തെ ലൈറ്റൊക്കെ ഏകദേശം പോയി തുടങ്ങി. ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ പോകാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഹാപ്പി ഡെസ്റ്റിനേഷൻ്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.